ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എക്സ്മസ് ആയി. അപ്പോൾ ഗൈസ് 12 മണി, അർദ്ധരാത്രി 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീശോ ജനിച്ചു കഴിഞ്ഞു. ഉണ്ണീശോ പിറന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുൽക്കൂട്ടിൽ ഇപ്പോൾ ഉണ്ണീശോ ഇല്ല. അപ്പോൾ ഉണ്ണീശോനെ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പോൾ ഉണ്ണീശോനെ എടുത്തിട്ട് വേണം അവിടേക്ക് വെക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഉണ്ണീശോ ഇവിടെയാണ് ഇരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം കൂടിലേക്ക് വയ്ക്കാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്തത് ഉണ്ണീശോനെ ഇവിടുന്ന് എടുത്തിട്ട് കൂടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും. അപ്പോൾ അർദ്ധരാത്രി 12 മണി ഇപ്പോൾ കഴിഞ്ഞ് 12:05. അപ്പോൾ ഞാൻ ഉണ്ണീശോനെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ണീശോനെ എടുക്കാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ണീശോനെ എടുത്തിട്ട് വരാം. ഇത് കട്ടിയാണ്. അപ്പോൾ ഉണ്ണീശോനെ എടുത്തിട്ട് വരുന്ന വീഡിയോ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, കുറച്ച് നേരത്തെ ഞാൻ സെൽഫിൽ നിന്ന് ഞാൻ ഉണ്ണീശോനെ പുറത്തേക്ക് എടുത്തിരുന്നു. അപ്പോൾ ഞാനത് പോയിട്ട് എടുത്തിട്ട് ഞാൻ കൂടിനുള്ളിലേക്ക് വയ്ക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം. അപ്പോൾ ഗൈസ്, ഞാൻ വാതിൽ തുറന്ന് ഉണ്ണീശോനെ സെറ്റായി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായ രീതിയിൽ കാണിച്ചു തരാം. ഗൈസ്, ഉണ്ണീശോനെ കണ്ടോ ഗൈസ്? ഉണ്ണീശോനെ കണ്ടോ ഗൈസ്? അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂടിലെ ഉണ്ണീശോനെ വെച്ച് ഉണ്ണീശോ ഞങ്ങളുടെ വീട്ടിൽ പിറന്നു കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് 12:15 എനിക്ക് നേരെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് 12 മണി കഴിഞ്ഞ ശേഷം എനിക്ക് ഉണ്ണീശോനെ വയ്ക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. എല്ലാവരും ക്ഷമിക്കണം.
അപ്പോൾ ഉണ്ണീശോനെ കൂടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 12 മണി കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു. അപ്പോൾ 12:05 അർദ്ധരാത്രി 12:05. അതിനുശേഷം എനിക്ക് ഉണ്ണീശോനെ കൂടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാനായിട്ട് പറ്റിയുള്ളൂ. കാരണം അതിന് മുമ്പ് എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ശരിക്കും 12 മണിക്ക് ഞാൻ വയ്ക്കാമെന്ന് തീരുമാനത്തിൽ ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് അത്യാവശ്യം വന്നതുകൊണ്ട് ഞാൻ 12 മണി ശേഷം ഞാൻ ഉണ്ണീശോനെ കൂടിനുള്ളിലേക്ക് വെച്ച്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. 12 മണി കഴിഞ്ഞ് 12:05 ഉണ്ണീശോനെ വെച്ച്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിടണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഡറിലല്ല, ഒരു ഓർഡറുണ്ട്, പക്ഷെ ഞങ്ങൾ ഓർഡറിലല്ല വെച്ചത്. അത്യാവശ്യം കുറച്ച് ഓർഡർ മാത്രം ചെയ്തിട്ടുള്ളൂ. ആട്ടിൻ്റെ അടുത്ത് ആടിനെ വെച്ച്, പിന്നെ ഔസേപിതാവിൻ്റെ ബാഗിൽ 2 പശുക്കളെ വെച്ച്, പിന്നെ മാതാവിൻ്റെ ബാഗിൽ ഒട്ടകത്തെ വെച്ച്, പിന്നെ ഉണ്ണീശോയുടെ ബാഗിൽ മാലകിനെ വെച്ച്, പിന്നെ രാജാക്കന്മാർ ഉണ്ണീശോനെ കാണാനായിട്ട് വരില്ലേ, അപ്പോൾ ആ ഒരു വഴിയിൽ 3 രാജാക്കന്മാരെ വെച്ച്. ഇത് കറക്റ്റ് ഓർഡറാണോ അറിയില്ല. ഏകദേശം ഇവിടുന്ന് കിട്ടിയവരെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ്. പണ്ട് നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്തൊക്കെ മറന്നു. അതിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു, ആ ഓർഡറൊക്കെ മറന്നു. ഉണ്ണീശോ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡിസംബർ 25 ഡിസംബർ 25. പള്ളികളിൽ ഇപ്പോൾ കുർബാന മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുർബാന മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാതിര കുർബാന 11 മണിക്ക് ശേഷം, 11 മണിക്ക് ശേഷമല്ല, 11:30 ശേഷം കുർബാന എല്ലാ പള്ളികളിലും ഉണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ പോകാൻ പറ്റാത്തത് എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മയ്ക്ക് ഒരു തുണ വേണ്ടേ. അപ്പോൾ ഞാൻ ചേട്ടനും ചേച്ചിയും കുർബാനയ്ക്ക് പോയി. ഞാൻ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാലേ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്. അമ്മേനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താന്ന് പറയുമ്പോൾ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഞാനും ചേട്ടനും ചേച്ചിയും കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മ മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നാളെ രാവിലത്തെ കുർബാനയ്ക്ക് എനിക്കത് പോകണം എന്ന് പറഞ്ഞു. അമ്മ കുർബാനയ്ക്ക് വെച്ചാലും മറ്റെന്ത് കാര്യം വെച്ചാലും ഒരു സ്ഥലത്തേക്ക് അമ്മ പോകുമ്പോൾ അപ്പോഴാണ് എനിക്ക് അമ്മയുടെ കൂടെ പോകാനായിട്ട് പറ്റുക. അമ്മ പോകണമെങ്കിൽ അമ്മയുടെ കൂടെ എനിക്ക് പോകാം. അല്ലാണ്ട് അമ്മേനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ വക കുർബാന പിന്നെ ആഘോഷ പരിപാടികൾ ഒന്നും അമ്മേനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഒരിക്കലും
പുറത്തേക്ക് പോകാൻ പറ്റില്ല. അമ്മയ്ക്ക് ഒരു ആളെ തുണ വേണം. അങ്ങനെ ഒരു തുണ ഉണ്ടായാലേ അമ്മയ്ക്ക് ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് പോകാനായിട്ടുള്ള കാരണങ്ങൾ പോകാനായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാദർ കുർബാനയ്ക്ക് പോകാത്തത്. ഞാൻ ക്ഷമിക്കണം. കാരണം ഈ തല സന്ദർഭങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനാണ് അമ്മയുടെ കൂടെ എപ്പോഴും. അപ്പോൾ അമ്മേനെ ഒറ്റയ്ക്ക് നിർത്താന്ന് പറയുമ്പോൾ അത്ര സുഖം ഏർപ്പെടില്ല. അപ്പോൾ അമ്മ ഏത് ദിവസങ്ങളാണ് കുർബാനയ്ക്ക് പോകുന്നത് ആ സമയത്ത് അമ്മയുടെ കൂടെ എനിക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അമ്മേനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല. ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ പുൽക്കൂട്. അപ്പോൾ സംഭവം നമ്മുടെ വ്ളോഗ് കഴിഞ്ഞു. ഗൈസ്, ഇഷ്ടപ്പെട്ട ഞാൻ എന്ത് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, യു ഗോ ഐ ഗോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരയ്ക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ സമാധാനത്തോടും സ്നേഹത്തോടും ദുഃഖത്തോടും സന്തോഷത്തോടും കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനും എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ, സീ യു.